ഒരു പുതിയ ഐറ്റം എത്തിയിട്ടുണ്ട്. ഇത്രയും കാലം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വിദ്യാഭ്യാസം ഇല്ലാത്തവർ എന്ന് സംഘികളോടൊപ്പം തന്നെ നിന്ന് പരിഹസിച്ച മൂരികളെല്ലാം കൂടി ഇങ്ങോട്ട് വന്നേ. നിങ്ങളുടെ വിദ്യാസമ്പന്നനായിട്ടുള്ള വ്യക്തി IAS കോച്ചിങ് കൊടുക്കുന്ന നജീബ് കാന്തപുരം ആദ്യ അറ്റംപ്റ്റിൽ ജയിച്ച കുട്ടിയെ വിളിച്ചു നിർത്തി ആ റാങ്കിനെ അപമാനിച്ചു വിടുന്നതെന്ന് നിങ്ങൾ കേട്ടെ. എന്തോരം വിദ്യാഭ്യാസമുള്ള മനുഷ്യനെ നോക്കിയേ. മാത്രമല്ല കാജലിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കാജല് 90 റാങ്ക് നേടി വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 90 റാങ്കിൽ ജയിച്ചതായിട്ട് കേൾക്കുന്നത്. ഈ അടുത്ത ദിവസം വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ വായിച്ചതുപോലെ തന്നെ 90 എന്ന് ആവർത്തിച്ച് വായിക്കുന്ന നജീബ് കാന്തപുരം വിഡൽസിൽ PhD എന്നാണ് തോന്നുന്നത്. നാക്കുകൊണ്ട് നല്ല വിഡൽസ് ആണ്. കാര്യം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാകണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് വേണ്ടത് ഏതെങ്കിലും മുൻ ലീഗ് മന്ത്രിയുടെ മകനായിരിക്കണം. രണ്ടാമത് കയ്യിൽ തൊട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഉടനടി നമ്മൾ പരിഗണിക്കും. അല്ലാതെ നേരായ വഴിയിലുള്ള പ്രവർത്തകർക്കൊന്നും ഒരിക്കലും ലീഗിൽ സ്ഥാനാർത്ഥിയാകാനുള്ള അവസരമില്ല. അങ്ങനെ മാനേജ്മെന്റ് കോട്ടയിൽ കടന്നു വന്ന നജീബ് കാന്തപുരത്തിന്റെ വിദ്യാഭ്യാസ വിസ്മയമാണ് നിങ്ങൾ കേട്ടത്. മാത്രമല്ല കാജലിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കാജല് 90 റാങ്ക് നേടി വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. 90 കേരള ചരിത്രത്തിൽ ലീഗ് സമ്മാനിച്ച ഏറ്റവും പുതിയൊരു വാക്കാണ്. അതായത് ആ റാങ്ക് നേടിയ കുട്ടി അതിനെ 910 910 എന്ന് പറയും. പക്ഷെ ലീഗന്മാരിലേക്ക് വരുമ്പോൾ 90. സ്കൂളിൽ പോയതിന്റെ ഒരു ഗുണമാണ്. ഏതുവരെ പോയി എന്ന് ആരും ചോദിക്കരുത്. 90 എന്നുള്ള റാങ്ക് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് അതിന്റെ മുന്നിൽ പറയാനുള്ള ആ കഴിവ് അത് മനുഷ്യൻ കാണാതെ പോകരുത്. ഇങ്ങനെ അഭിനന്ദിക്കുന്നു എന്ന് വിളിച്ചു വരുത്തി നിർത്തി കുട്ടിയെ അപമാനിച്ചു വിടാൻ ലീഗന്മാർക്കല്ലാതെ മറ്റാർക്കാണ് കഴിവ്? മാത്രമല്ല കാജലിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കാജല് 90 റാങ്ക് നേടി വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല.